വയനാട് പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയ്ക്കായി രണ്ടാം ദിനവും തിരച്ചിൽ ഊർജിതം. പടിക്കം വയലിനടുത്തുള്ള ചീക്കല്ലൂരിൽ കടുവയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ്. ദൌത്യത്തിനായി കൂടും 2 കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും കാട് കയറ്റാനാണ് ശ്രമമെന്നും സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലം ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടെ പുളിക്കൽ എന്ന് പറയുന്ന വയലിൻ്റെ നടുക്കിലുള്ള ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കടുവ നിലവിൽ റെസ്റ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ കോർഡൺ ഓഫ് ചെയ്ത് സ്റ്റാഫിനെ നിർത്തി അങ്ങോട്ടേക്ക് പോകാതെ നോക്കിക്കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നീർവാരം ഭാഗത്തേക്ക് ഹാർഡ്ലി 1 to 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ മിനിമം ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിലൂടെ അത് അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ അനുമാനം. പിടികൂടേണ്ട ആവശ്യം ഇപ്പോഴില്ല. എന്നിരുന്നാലും കുങ്കിയാനകളെല്ലാം തന്നെ സജ്ജമാണ്. സുജിത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. കുങ്കിയാനകളെ ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. സുജിത് അയ്യപ്പത്ത് ചേരുന്നു. സുജിത്ത്, അപ്പോൾ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് കടുവയെ കാട് കയറ്റാനുള്ള ശ്രമം ആണോ സുജിത്ത്? ഇതിനെ കാട് കയറ്റുക എന്നുള്ളതാണ് പ്രാഥമിക പരിഗണന എന്നുള്ളത് DFO തന്നെ വ്യക്തമാക്കുകയുണ്ടായി. കാരണം കാട് കയറ്റി അതിനെ വിടുക എന്നുള്ളതാണ്. കാരണം ഒരു ലിഫ്റ്റിംഗ് പോലും ഉണ്ടായിട്ടില്ല. ഒരു വളർത്തുമൃഗത്തെയും അത് ദോഷകരമായ രീതിയിൽ ബാധിച്ചിട്ടില്ല. സ്വാഭാവികമായും അതിനെ കാട് കയറ്റുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത്. വിക്രം ഭരത് 2 കുങ്കിയാനകൾ മുത്തങ്ങയിൽ നിന്നാണ് എത്തിച്ചിട്ടുള്ളത്. ഈ 2 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എത്തിക്കാനുള്ള, അതായത് ഇവിടെ നിന്നും നേരെ വനമേഖലയിലേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണിപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കുങ്കിയാനകളെ ഈ റോഡിലൂടെ കുങ്കിയാനകൾ കടന്നു വരുന്ന ആ ദൃശ്യമാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ നടപടി, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വനംവകുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് സംഘം വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ ചുറ്റുവട്ടത്ത് ഒരു കൊല്ലി പ്രദേശത്താണ് ഈ കടുവയുടെ സാന്നിധ്യമുള്ളത്. അതായത് മേഖല എന്ന് പറയുന്നത് നീർവാരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഏതാണ്ട് ഇതിന്റെ 2 കിലോമീറ്റർ മാത്രം അകലെയാണ്. അത് പാതിരി വനമേഖലയിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രഥമ പരിഗണന വനംവകുപ്പ് ഇതിനെ കാട് കയറ്റുക എന്നുള്ള ദൗത്യത്തിലേക്ക് എത്താനുള്ള കാരണം. ഇന്നലെയാണ് ഈ കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് പടിക്കംവയൽ എന്ന് പറയുന്ന പച്ചിലക്കാടിനടുത്തുള്ള ഈ പ്രദേശത്ത് ഉണ്ടായത്. രാവിലെ കടുവയെ കണ്ടു. ബിനു എന്ന് പറയുന്ന ഉന്നതിയിലുള്ള ആളാണ് കടുവയെ ആദ്യമായി കാണുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വനംവകുപ്പ് സംഘം എത്തിയ ശേഷം ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. വൈകിട്ടോടുകൂടി കടുവയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കടുവയെ കണ്ടെത്തി അത് ഡ്രോണിൽ പതിഞ്ഞു. പിന്നീട് കടുവ എവിടെയെന്ന് വ്യക്തത വന്നില്ല. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ ഇവിടെ ഈ വയലിനടുത്തുള്ള സ്ഥലത്ത്, ചീക്കല്ലൂരിലെ ഈ പ്രദേശത്തിനടുത്ത് വയലിനടുത്തുള്ള ഈ സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നത്. കാൽപ്പാടുകളടക്കം കേന്ദ്രീകരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഈ കടുവ ഈ കൊല്ലിക്കകത്ത്, അതായത് നമ്മൾ നിൽക്കുന്നതിന്റെ ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയുള്ള കൊല്ലിയിലാണ് കടുവയുടെ സാന്നിധ്യമുള്ളത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി. നോർത്ത് DFO സന്തോഷ് കുമാറും സൗത്ത് DFO അജിത് കെ രാമനും ഈ പ്രദേശത്തേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ചെതലയം റേഞ്ച് ഓഫീസറായിട്ടുള്ള രാജീവ്, ബേഗൂർ റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, ഹരിലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ കാട് കയറ്റുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. മയക്കുവെടിയല്ല, കാട് കയറ്റി വിടുക എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യവാനായ കടുവയാണ്. വയനാട് വൈൽഡ് ലൈഫിന് കീഴിലുള്ള ഇത് 112 നമ്പർ കടുവയാണ്. മറ്റു പ്രശ്നങ്ങളില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല. 5 വയസ്സാണ് പ്രായം. ആൺകടുവയാണ്. സ്വാഭാവികമായും അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ കാട് കയറ്റുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന വനംവകുപ്പ് നൽകുന്നത്. ഉന്മേഷം. ശരി, സുജിത് അയ്യപ്പത്താണ് ദൗത്യ മേഖലയിൽ നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.